കറുപ്പ് കിട്ടാനായിട്ട്, അകാലനര മാറാനായിട്ട്, താരൻ മാറാനായിട്ട്, മുടി നന്നായി വളരാനായിട്ട് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നത് എന്താ? ഇനി അത് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ? വളരെ എളുപ്പത്തിൽ തന്നെ റിസൾട്ട് കിട്ടാനായിട്ടുള്ള ഒരു ഈസി മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ സവാളയുടെ തൊലി എടുത്തിട്ടുണ്ട് കേട്ടോ. സവാളയുടെ തൊലിയിലും ധാരാളം സൾഫറൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ്, മുടിയിലുണ്ടാകുന്ന അകാലനര മാറാനായിട്ട് നല്ലതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, നന്നായി കഴുകിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയൊരു കഷ്ണം പട്ടയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ തലയിലുണ്ടാകുന്ന ദുർഗന്ധം പോകാനായിട്ട്, താരനില്ലാതിരിക്കാനായിട്ട്, പേൻശല്യം മാറ്റാനായിട്ട് പട്ട നല്ലതാണ്. ചെറിയൊരു കഷ്ണം. പിന്നെ ഒരു വലിയൊരു തണ്ട് നാടൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ വീട്ടിലുള്ള കറിവേപ്പില വേണം എടുക്കാനായിട്ട്. പിന്നെ ഇതാ ഒരു മീഡിയം സൈസുള്ള ഒരു അലോവേര തണ്ടും എടുത്തിട്ടുണ്ട്. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിനായിട്ട് നമുക്ക് വേണ്ട വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം. തലേദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് തന്നെ, അതായത് 1 മാസം കൊണ്ടൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ 3 ഇരട്ടി വളർച്ച മുടിക്ക് തരാനായിട്ട് 10 പൈസ ചിലവില്ലാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തലേദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. ഉപ്പിട്ട കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോകട്ടെ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന 2 സവാളയുടെ തൊലി ഇട്ട് കൊടുക്കുക. ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില നന്നായി കഴുകിയതിന് ശേഷം ഇലകളാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ അലോവേരയുടെ തണ്ട് നന്നായി ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. 1 ഗ്ലാസ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി തീ സിമ്മിലിട്ടും കൊണ്ട് തിളപ്പിച്ചെടുക്കണം. അതായത് നമ്മളുടെ സവാളയുടെയും കറിവേപ്പിലയുടെയും അലോവേരയുടെയും ഒക്കെ സത്ത് ആ കഞ്ഞിവെള്ളത്തിലേക്ക് കിട്ടാൻ പാകത്തിന് നന്നായിട്ട് തീ സിമ്മിലിട്ടും കൊണ്ട് തിളപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന 1 ഗ്ലാസ് കഞ്ഞിവെള്ളം 1/2 ഗ്ലാസ് ആവുന്നത് വരെ നന്നായി തീ സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കൂട്ടിയിട്ടിട്ട് വെറുതെ തിളപ്പിച്ച് വെള്ളം വറ്റിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ തീ സിമ്മിലിട്ടും കൊണ്ട് തന്നെ വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ഇതാക്കാം. അരിച്ചതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. അത് നമ്മുടെ സ്കാൾപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർ വിഷമിക്കേണ്ട. ഒരു പാത്രത്തിൽ ഇതെടുത്ത് മിക്സ് എടുത്തതിന് ശേഷം ഒരു കോട്ടൺ ബോൾ ഉപയോഗിച്ച് നമ്മുടെ സ്കാൾപ്പിലേക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശിരോചർമ്മത്തിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫിനെ ഇല്ലാതാക്കാനായിട്ട്, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട്, അതുപോലെ തന്നെ എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് തന്നെ വളരാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു മിക്സ്. ഇനി ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണ് ചെയ്തിട്ടുണ്ട്, ആഴ്ചയിൽ 2-3 ദിവസം കൂടുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ നമുക്കുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ അകാലനരയൊക്കെ മാറാനായിട്ടും നല്ലതാണ്. വെറും 7 ദിവസം കൊണ്ട് മുടി പൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ, മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എടുത്തിട്ടില്ല. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സംഭവങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ പല സംഭവങ്ങൾ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു 1 മന്ത് ഇത് ചെയ്ത് നോക്കാം. ഒരു 3 ദിവസം കൂടുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കാം. ഇനി ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ആണുങ്ങൾക്കും ചെയ്യാവുന്നതാണ്. കാരണം പെണ്ണുങ്ങളെക്കാളും കൂടുതൽ ഈ ഒരു മുടി കൊഴിച്ചിലായാലും നെറ്റി കയറൽ, ഡാൻഡ്രഫ്, ഈ ഒരു പ്രശ്നം കൂടുതൽ ആണുങ്ങൾക്കാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ അവർക്ക് നെറ്റിയൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും. പെണ്ണുങ്ങൾക്ക് മുടി കൊഴിഞ്ഞാലും സ്കാൾപ്പൊക്കെ തെളിഞ്ഞു കാണാനായിട്ട് ഇച്ചിരി സമയം വേണ്ടി വരും. പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ച് മുടി കൊഴിച്ചിലുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്കാൾപ്പൊക്കെ തെളിഞ്ഞു കാണും. അപ്പോൾ ആണുങ്ങൾക്കും ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ അകാലനര, ഇന്നത്തെ ജനറേഷനിൽ കൂടുതലും കണ്ടുവരുന്ന മുടിയിലെ വലിയൊരു പ്രശ്നമാണ് അകാലനര എന്ന് പറയുന്നത്. അപ്പോൾ അകാലനര ഇല്ലാതാക്കാനായിട്ട്, വന്ന നിര മാറാനായിട്ട്, വരാതിരിക്കാനായിട്ടൊക്കെയും ഈ ഒരു കാര്യം നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് അകാലനരയ്ക്കായിട്ട് ഒരുപാട് ക്രീംസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടാതിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരൊക്കെയും ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക. നമുക്ക് 1 രൂപ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ടിപ്പ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സ് നിങ്ങളുടെ റിസൾട്ട് നോക്കിയിട്ടാണ് അത് കൊള്ളാലോ എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണ്, നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൊടുത്തിട്ട് വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ പ്രസ് ചെയ്യുക. അതിൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, നിങ്ങളത് അറിയുള്ളൂ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട്, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനായിട്ട്, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ സ്വന്തം ഗീതു. ബൈ.